2023 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടത്തിയ സന്ദർഭത്തിൽ പുറത്തു വന്ന ഒരു ദൃശ്യം ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തൻ്റെ 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരമ്മ, അവരെ ഭീകരമായി മർദ്ദിച്ചുകൊണ്ട് ഒരു വാഹനത്തിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന തീവ്രവാദികളും. ഷിരി ബിബാസ് എന്നായിരുന്നു ആ വീട്ടമ്മയുടെ പേര്. അവരുടെ 2 മക്കൾ, 8 മാസം പ്രായമുള്ള കെഫർ ബിബാസും 4 വയസ്സുകാരനായ ഏരിയലും, ഒപ്പം അവരുടെ ഭർത്താവായ എർദാൻ ബിബാസിനെയും അന്ന് അവർ തട്ടിക്കൊണ്ടുപോയിരുന്നു. എർദാൻ ബിബാസിനെ പിന്നീട് വിട്ടയച്ചു. ഷിരിയും മക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഹമാസ് പലപ്പോഴും വെളിപ്പെടുത്തിയിരുന്നത്. പിന്നീടാണ് സത്യം പുറത്തു വന്നത്, ഈ അമ്മയും കുഞ്ഞുങ്ങളെയും ഇവർ കൊന്നുകളഞ്ഞു എന്നുള്ളത്. ഷിരിയും മക്കളെയും കൊന്നത് ഹമാസ് ആണ് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഹമാസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മറ്റൊരു തീവ്രവാദ സംഘടനയിലെ പ്രവർത്തകരാണ് ഈ അമ്മയെയും കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയത്. ഇവരെ പിന്നീട് കൊന്നതും ഇവർ തന്നെയാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആ തീവ്രവാദ സംഘടനയുടെ നേതാവിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. മുജാഹിദീൻ ബ്രിഗേഡ് എന്നാണ് ഈ തീവ്രവാദ സംഘടന അറിയപ്പെടുന്നത്. ഗാസയിൽ തന്നെ പ്രവർത്തിക്കുന്ന താരതമ്യേന ചെറിയൊരു തീവ്രവാദ സംഘടനയാണ് ഇത്. ഇവർ ഹമാസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് നിരന്തരം ആക്രമണം നടത്തുന്നതിനും ബോംബിടുന്നതിനുമൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത ഒരു സംഘം നേതാക്കളും അണികളുമായിരുന്നു ഈ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നത്. തങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ബന്ദികളെ അതിക്രൂരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. മുജാഹിദീൻ ബ്രിഗേഡിലെ മുതിർന്ന അംഗമായ മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദിനെയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വധിച്ചത്.